BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണ പ്രതിയായ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി വീണ്ടും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇ ഡി കൊച്ചി സോണൽ ഓഫീസിലെത്തിയ ഉദ്യോഗസ്ഥർ പിണറായിയിലെത്തി വില്ലേജ് ഓഫീസിൽ നിന്ന് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ചിരുന്നു. വില്ലേജ് ഓഫീസറുടെ സഹായത്തോടെ 80 സെന്റ് ഭൂമിയും വീടിന് സമീപത്തുള്ള ഭൂമിയും പരിശോധിക്കുകയായിരുന്നു. ഏത് വർഷമാണ് ഭൂമി വാങ്ങിയത്, എത്ര രൂപക്കാണ് ഭൂമി വാങ്ങിയത് എന്നീ കാര്യങ്ങളാണ് അന്വേഷിച്ചത്. ഭൂമിയുടെ നികുതി രേഖകൾ ഇ ഡി ഉദ്യോഗസ്ഥർ കൊണ്ടുപോകുകയും ചെയ്തു. കേസിൽ 2 തവണ വീണയെ ചോദ്യം ചെയ്തിരുന്നു. 3-ാം തവണയും ചോദ്യം ചെയ്യുമെന്ന സൂചനകൾക്കിടയിലാണ് കണ്ണൂർ പിണറായിയിലെ ഭൂമി പരിശോധന നടക്കുന്നത്. നേരത്തെ വീണയുടെ ബാങ്ക് ലോക്കറും ഇ ഡി ഉദ്യോഗസ്ഥർ പരിശോധിച്ചിരുന്നു. അതേസമയം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചെന്ന കേസിൽ ആക്രമണങ്ങൾക്കു പിന്നിലെ ഗൂഢാലോചന തെളിയിക്കുന്നതിന് SIT CPM നേതാക്കളുടെ ഫോൺ കോൾ വിവരങ്ങൾ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജില്ലാ സെക്രട്ടറി V ജോയ് MLA, CK ഹരീന്ദ്രൻ MLA എന്നിവരുടെ ഫോൺ കോളുകളാണ് മ്യൂസിയം CI R പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പരിശോധിക്കുക. 2 MLA-മാരുടെ ഫോൺ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് പോലീസ് ആഭ്യന്തര വകുപ്പിന്റെ മുൻകൂർ അനുമതിയും തേടുന്നതാണ്. മെയ് 27-ന് ഇ ഡി ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടപ്പോൾ MV ഗോവിന്ദനും 2 MLA-മാരും പിണറായി വിജയന്റെ വീട്ടുവളപ്പിലുണ്ടായിരുന്നു. ഇവർക്കൊപ്പം ജോൺ ബ്രിട്ടാസ് MP, V ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ എന്നിവരും സംഭവ സ്ഥലത്ത് നടന്ന പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തിരുന്നു. മുതിർന്ന നേതാക്കളിൽ നിന്ന് ആഹ്വാനം ലഭിക്കാതെ ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 100ഓളം പ്രവർത്തകർ അക്രമാസക്തരായി അവിടെ എത്തില്ലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അറസ്റ്റിലായ CPM പ്രവർത്തകർക്കും ഉദ്യോഗസ്ഥരോട് വൈരാഗ്യമില്ലെന്നും അതിനാൽ അന്വേഷണം CPM നേതാക്കളിലേക്ക് വ്യാപിക്കണമെന്നുമാണ് ഇ ഡിയുടെ നിലപാട്. കൂടാതെ മാധ്യമങ്ങളിൽ നിന്നടക്കം ശേഖരിച്ച ദൃശ്യങ്ങളും ശാസ്ത്രീയ തെളിവുകളും ഉപയോഗിച്ച് കൂടുതൽ പേരെ പ്രതി ചേർക്കാനാണ് പോലീസിന്റെ നീക്കം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.